ഈവനിങ് ആയി, ചായ കുടിക്കുകയാണ്. നല്ല ചൂട് ചായ. മധുരമില്ലാത്ത കട്ടൻ ചായ കേട്ടോ. അപ്പം ഇന്ന് ചായക്ക് എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇലയടയാണ്. ഇലയട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഇലയട ആർക്കെങ്കിലും വേണം? മധുരമൊക്കെ ഒലിക്കുന്നു. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. വാഴയുടെ ആ ഷേപ്പിലായി വന്നിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാട്ടോ. മധുരം ഇടാത്ത കട്ടൻ ചായയാണ്. ഇതിൽ നല്ല ശർക്കരപ്പാനി ഉണ്ട്. അപ്പം ഒന്ന് ഈക്വലാക്കാൻ കുടിച്ചതാ. നല്ല തേങ്ങയും ശർക്കരയും ജീരകവും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഇലയട കേട്ടോ. ഭയങ്കര രസമാണ്. ഈ ഇലയടനെ പോലെ തന്നെ ഈ ഭാഗത്തേക്ക് മീൻ പത്തിരി ഉണ്ടാക്കും കേട്ടോ. അയില പൊരിച്ച് വെച്ച് മസാലയൊക്കെ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ്. ഇതൊക്കെ അതിൻ്റെ പുറകിൽ നിൽക്കണം. അമ്മാതിരി ടേസ്റ്റാണ്. അത് മസാലക്കൂട്ടുണ്ടാക്കും. നേരത്തെ പോലെ ഉണ്ടാക്കിയിട്ട് ആവിയിൽ വേവിക്കുക ചെയ്യാം. നമുക്ക് അത് ഇവിടെ മിക്കതും എങ്ങനെയാണെന്നറിയോ, ഇവിടെയൊക്കെ വൈഫ് ഹൗസിലാണല്ലോ ഹസ്ബൻഡ്സ് നിൽക്കാറ്. ഇവിടെയൊക്കെ കൊയിലാണ്ടി ഭാഗത്തേക്ക് പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോവുകയല്ല ചെയ്യുക, ആണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ ആണുങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരുന്നതായതുകൊണ്ട് പുയ്യാപ്പിളമാർക്ക് പലതരം പലഹാരം ഉണ്ടാക്കും. അതിലൊന്നാണ് മീനട. അതുപോലെ പുയ്യാപ്പിളമാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ഭാഗത്തേക്ക് കണ്ടുവരുന്നത് കേട്ടോ. അപ്പം അതിന് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ അത് ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. നോക്കിയേ, നല്ല തേങ്ങയും ശർക്കരയും ചെറിയ ജീരകം കേട്ടോ ഒക്കെ ഇട്ട് എന്താ ടേസ്റ്റ് എന്നറിയോ. മധുരം ബാലൻസ് ചെയ്യും. അപ്പം ഇലയടയുടെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി ഇലയടയാണ്. അപ്പം മീൻ പത്തിരിൻ്റെ ഒക്കെ കാണിച്ചു കേട്ടോ. ഇവിടെ അങ്ങനെ ഇപ്പം വലുങ്ങനെ ഉണ്ടാക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞു. ഇനി പോകില്ല, തലക്കടിയും മധുരം എനിക്ക്. ഓക്കെ, ടാറ്റാ.